ിലേക്ക് വർക്കലയിൽ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് CG ജയചന്ദ്രൻ. തലച്ചോറിൽ ചതവുണ്ടെന്ന് കണ്ടെത്തി. ന്യൂറോ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും ചേർന്നുള്ള ചികിത്സയാണ് നിലവിൽ നൽകുന്നത്. സർജിക്കൽ ICUവിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളതെന്നും CG ജയചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ മെയിൻലി ഹെഡ് ഇഞ്ചുറിയാണ് കിട്ടിയിരിക്കുന്ന ഫൈൻഡിങ്. അതുപ്രകാരം പേഷ്യൻറ്റിനെ സർജിക്കൽ ICUവിലേക്ക് മാറ്റി വെന്റിലേറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് മോർണിംഗിൽ മൾട്ടി ഡിസിപ്ലിനറി ICUവിൽ ഒരു ബെഡ് ഒഴിവായപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ആ ബ്രെയിനിൻ്റെ കണ്ടീഷൻ വെച്ച് നമുക്കിപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാനേ പറ്റത്തുള്ളൂ. പേഷ്യൻ്റ് ക്രിട്ടിക്കലാണ്. ദേവൻ MP നമുക്കൊപ്പമുണ്ട്. ദേവൻ, മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അവരുടെ പരിശോധന പൂർത്തിയായോ? അതിനുശേഷമാണോ ഇപ്പോൾ ഈ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്? ബിനിൽ, ഇന്നലെ രാത്രിയാണ് ഈ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ പെൺകുട്ടി വെന്റിലേറ്ററിലായിരുന്നു തുടർന്നത്. പക്ഷേ രാവിലെയാണ് പിന്നീട് പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നുള്ള ഒരു കാര്യം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം അറിയിച്ചത്. അതായത് ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന അപകടനിലയിൽ നിന്നും ഒരു താരതമ്യേന നേരിയ പുരോഗതി ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കളടക്കം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഈ ചില കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ് തുടരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മതിയായ ചികിത്സ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമാകുന്നില്ല എന്നൊരു പരാതി കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ഈ പെൺകുട്ടിയെ പരിശോധിക്കുന്ന വിവിധ വിഭാഗങ്ങളുടെ തലവന്മാർ ചേർന്നുകൊണ്ട് ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ അത് വ്യക്തമാക്കുകയാണ്. ഏതായാലും കുട്ടിയുടെ ഈ അപകടം മൂലം ഉണ്ടായിട്ടുണ്ടായിരുന്ന ആഘാതമല്ല, അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല, പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായം തുടരുന്നുണ്ട്. മാത്രമല്ല, ന്യൂറോ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കുന്നത്. പ്രത്യേകിച്ചും 4 മെഡിക്കൽ വിഭാഗങ്ങളുടെ തലവന്മാരുടെ സംഘമാണ് ഈ പെൺകുട്ടിയുടെ ചികിത്സ ഉറപ്പാക്കുന്നത്. പ്രത്യേകിച്ചും ന്യൂറോ മെഡിസിൻ, സർജിക്കൽ ന്യൂറോ, ENT, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നീ വിഭാഗങ്ങളിൽ ചേർന്നുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ ചികിത്സ ഇപ്പോൾ ഈ ഉറപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോഴും പെൺകുട്ടിയുടെ ആരോഗ്യനില, ഒരു അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് അതിലെ വാസ്തവം. അതായത് ഇപ്പോഴും പെൺകുട്ടിക്ക് അതീവ കെയറിംഗ് ആവശ്യമാണ്. ഇപ്പോൾ സർജിക്കൽ ഉറപ്പായും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള ഒരു ഘട്ടമാണ്. അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.